കേരളത്തിന് അത്യാവശ്യമായിട്ട് രണ്ട് പ്രസിഡന്റുമാരെ ആവശ്യമുണ്ട്. ഒന്ന് KPCCക്ക്, രണ്ടാമത് സംസ്ഥാന BJPക്ക്. ഈ രണ്ട് സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകൾ വരാതെ കേരളം വല്ലാതെ അങ്ങ് ശ്വാസം മുട്ടി കഴിയുകയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട കക്ഷികൾ എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യണം. ഒന്നാമത് ഇവിടെ വല്ലാത്ത ചൂട്, അസഹനീയമായ ചൂട്, വരൾച്ച, കുടിവെള്ളമില്ല. ഈ ഒരു കെട്ട കാലത്ത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ BJPക്കും KPCCക്കും പ്രസിഡന്റുമാരില്ലാത്ത ഒരു സാഹചര്യം, ആ ഭാരം കൂടി സഹിക്കാൻ ഇപ്പോൾ കേരളത്തിനാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യണമെന്ന്. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തോട് അനുഭവമുള്ള ആളുകൾ പറയുന്നത് എന്തിനാ മാറ്റുന്നതെന്നാണ്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ നേടിയെടുത്തു KPCC അല്ലെങ്കിൽ UDF. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും അതുപോലെ തന്നെ വയനാട്ടിലും പാലക്കാട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി UDF. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു KPCC പ്രസിഡന്റിനെ എന്തിനാണ് മാറ്റുന്നതെന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ന്യായമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടുന്നതിന്റെ ബുട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നില്ല. പരസ്യമായിട്ട് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല, ഒരു കുഴപ്പവുമില്ല സുധാകരൻജിക്ക്. പക്ഷെ രഹസ്യമായിട്ട് ചോദിച്ചാൽ പറയും അദ്ദേഹത്തിന് തീരെ ആരോഗ്യം പോരാ, ഓർമ്മയില്ല, കാര്യങ്ങൾ അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ രഹസ്യമായിട്ട് പറയുന്നതാ, പരസ്യമായിട്ട് പറയത്തില്ല കേട്ടോ. അതേസമയം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അദ്ദേഹം ഒന്നും രാവിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജിംനേഷ്യത്തിൽ കസർത്ത് എടുക്കുന്നതിൻ്റെയും വെയിറ്റ് പൊക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വരുന്നുമുണ്ട്. എന്താ വസ്തുത എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയത്തുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFനെ ജയിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഓതിക്കൊടുക്കാൻ കനകൊലു എന്ന് പറയുന്ന ഒരു വിദ്വാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ കോൺഗ്രസ്സുകാരുമായിട്ടും കോൺഗ്രസിന് പുറത്തുള്ളവരുമായിട്ടുമൊക്കെ വിശദമായ ചർച്ചകളൊക്കെ ഇതിനകം നടത്തി കഴിഞ്ഞു. അദ്ദേഹം നമ്മുടെ സുധാകരൻ പ്രസിഡന്റിനെ മാറ്റണമെന്ന് ശുപാർശ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്ദിരാഭവന്റെ ചുറ്റുവട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ചില വിവരങ്ങളാ. അത് മാത്രമല്ല, പകരം പ്രസിഡന്റ് ആകാനുള്ള ആളുകളുടെ ഒരു ലിസ്റ്റും കനകൊലു സാറ് ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഈ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് പലതരത്തിലാണ്. ആ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, അതനുസരിച്ചാണെങ്കിൽ തിരഞ്ഞെടുപ്പാണ് വേണ്ടത്. അതായത് എല്ലാ ബ്ലോക്കുകളിൽ നിന്നും KPCC അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. അവരൊരു ദിവസം ചേർന്നിട്ട് മത്സരത്തിലൂടെയോ അല്ലാതെയോ ഏകകണ്ഠമായിട്ടോ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK ആന്റണിയും വയലാറിയും തമ്മിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരം നടന്നു. ചരിത്രപ്രസിദ്ധമായ മത്സരം. അന്ന് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ പരിക്ക് ഇതുവരെ ഭേദകമായിട്ടില്ല. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്നാണ് ഓർമ്മ. അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത്, പണ്ട് ഈ പാർട്ടിയിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ആദ്യം കരുണാകരൻ ആന്റണി, അത് കഴിഞ്ഞ് കരുണാകരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല, അങ്ങനെ AI എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ. അവർ തമ്മിലൊക്കെ ആലോചിക്കും, ചർച്ച ചെയ്യും. എന്നിട്ട് ഒരു ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോകും. ഡൽഹിയിൽ ഒരു ചർച്ച നടത്തിയിട്ട് വീണ്ടും കേരളത്തിലേക്ക് വരും. ഇവിടെ വീണ്ടും ഈ ചർച്ചകളെ തുടരും. ഏറ്റവും അവസാനം ഡൽഹിയിൽ ചെന്ന് ഹൈക്കമാൻഡിന്റെ സമക്ഷത്തെങ്കിൽ ഒരു തീരുമാനമെടുത്ത് അതങ്ങ് പ്രഖ്യാപിക്കും. സാധാരണഗതിയിൽ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലൊരു എത്തിച്ചേരുന്ന സമവായം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസിഡന്റ് ആയിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഗ്രൂപ്പുകളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്തു. ഈ TB, മലേറിയ മുതലായ രോഗങ്ങൾ ഇല്ലായ്മ ചെയ്തതുപോലെ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ നമ്മൾ തീർത്ത് കളഞ്ഞു. ഇപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഭവം പോലും ഇല്ല. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇംഗ്ലീഷ് വാക്ക് പോലും അറിയാത്തവരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഹൈക്കമാൻഡ് അവരുടെ സൗകര്യമനുസരിച്ച് അങ്ങ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരാളാണ്. അപ്പൊ ആ ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഇത് അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവം കേട്ടോ. അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഗ്രൂപ്പുകളെ കൊണ്ടു നടക്കുന്ന സമയത്ത് അന്ന് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് G കാർത്തികേയനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അപ്പോഴേക്കും ഈ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അവസ്ഥ വന്നു. അന്ന് എനിക്ക് തോന്നുന്നു AICC പ്രസിഡന്റാ. അദ്ദേഹം തീരുമാനിച്ചു ഇങ്ങനെ ഗ്രൂപ്പുകാർക്കൊന്നും അവരൊന്നും പറയുന്നവർക്കൊന്നും കൊടുക്കണ്ട. അങ്ങനെയാണ് ഈ G കാർത്തികേയനെ വെട്ടിയിട്ട്, അതായത് രണ്ട് ഗ്രൂപ്പുകാരും കൂടെ ഒന്നിച്ച് പറഞ്ഞ പേരാ കേട്ടോ,
അതങ്ങ് വെട്ടിയിട്ട് നമ്മുടെ VM സുധീരനെ പ്രസിഡന്റാക്കിയത്. അതിനുശേഷം ഇങ്ങോട്ട് ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിക്കും, വേണമെങ്കിൽ അനുസരിച്ചോളണം. അതാണ് KPCCയുടെ ഇപ്പോഴത്തെ ഒരു നടപ്പ് രീതി. അതിനിടയ്ക്കാണ് കനുകോലു പോലെ പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അവരുടെ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത്. ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുരുക്കപ്പട്ടികയും ആയി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇതെല്ലാം കേൾവിയാകട്ടോ. ഇപ്പൊ എന്താ നടക്കുന്നത് വെച്ചാൽ, രാവിലെ ഏതെങ്കിലും ഒരു ചാനല്, ടെലിവിഷൻ ചാനല് ഒരു ബ്രേക്കിംഗ് ന്യൂസ് അങ്ങ് അടിക്കും, പിന്നെ അതിന്റെ പിന്നാലെ ബാക്കി സകല ചാനലുകളും പൊയ്ക്കോളും. അങ്ങനെയാണോ ഇതെന്ന് അറിഞ്ഞുകൂടാ. രണ്ടുപേരുടെ പേരിപ്പോഴ് രംഗത്തുണ്ട്. ഒന്ന് ബെന്നി ബെഹനാൻ, രണ്ടാമത് അടൂർ പ്രകാശ്. ഇതൊന്നും ആരുടെയും വ്യക്തിഗതമായ കഴിവുകളൊന്നും പരിശോധിച്ചിട്ട് കൊണ്ടുവന്ന ലിസ്റ്റൊന്നുമല്ല കേട്ടോ. അങ്ങനെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സാമുദായിക പരിഗണനയാണ്. അടൂർ പ്രകാശ് ഈഴവനാ. ഇപ്പം സ്ഥാനം ഒഴിയാൻ നിൽക്കുന്ന നമ്മുടെ സുധാകരൻ പ്രസിഡന്റ്, അദ്ദേഹവും ഈഴവനാ. അപ്പൊ ഈഴവൻ പോകുമ്പോൾ മറ്റൊരു ഈഴവൻ വരണം. അടൂർ പ്രകാശ് KPCC പ്രസിഡന്റ് ആവുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഈഴവന്മാരും അണിയണിയായി വന്നിട്ട് UDF വോട്ട് ചെയ്ത് KC വേണുഗോപാലിനെയോ VD സതീശനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെയോ മുഖ്യമന്ത്രിയാക്കും എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. മറിച്ച് ബെന്നി ബെഹനാനാണെങ്കിലോ ക്രൈസ്തവർ മുഴുവൻ വന്നിട്ട് UDF അങ്ങ് വോട്ട് ചെയ്യും. അങ്ങനെ UDF അധികാരത്തിൽ വരും. ഇതിനൊരു ചെറിയ അടിസ്ഥാനമുണ്ട് കേട്ടോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ഈഴവരുടെ ഒരു നല്ല ശതമാനം വോട്ട് BJPക്ക് പോയി. അത് കാലാകാലങ്ങളായിട്ട് CPM കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാ. അത് കുറെ വോട്ടുകൾ, ഭേദപ്പെട്ട ഒരു ശതമാനം വോട്ട് BJPക്ക് പോയി. അതുപോലെ തന്നെ ക്രൈസ്തവര് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത് പോന്നിരുന്ന ഒരു വിഭാഗമാണ്. വേണമെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയാം. കേരള കോൺഗ്രസ് വന്നതിന് ശേഷം കത്തോലിക്ക വിഭാഗം കേരള കോൺഗ്രസിന്റെ കൂടെ ആണെങ്കിലും മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ ഇതുവരെ കോൺഗ്രസിനാണ് ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചിന്തയിലും ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചില്ലറ ഷിഫ്റ്റുകൾ. അവരും കുറച്ചുപേര് BJPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഈ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന മാമോദിസ വെള്ളം വീണ നസ്രാണിയെ പ്രസിഡന്റ് ആക്കിയാൽ അങ്ങോട്ട് പോയവരെല്ലാം, അല്ലെങ്കിൽ BJPയിലോട്ട് ഒന്ന് ചാഞ്ഞ് നിൽക്കുന്നവരെല്ലാം തിരിച്ചു വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊള്ളും. ആ കണക്കൂട്ടലാണ് ഈ ബെന്നി ബെഹനാനെ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. കാര്യം ഇതൊക്കെയാണെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മൾ പണ്ട് നിർമ്മാർജ്ജനം ചെയ്ത ഗ്രൂപ്പ് താല്പര്യങ്ങളും ഒന്ന് തലപൊക്കി വരും കേട്ടോ. അതായത് ഈ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ പഴയ I ഗ്രൂപ്പുകാരനാ. ഇപ്പൊ I ഗ്രൂപ്പ് ആണ്ട് 2-3 നിൽക്കുന്നത്. KC വേണുഗോപാലിന്റെ കൂടെ ഒരു സംഘം, മറ്റൊന്ന് VD സതീശൻ, വേറെ ഒന്ന് രമേശ് ചെന്നിത്തല. പക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടൂർ പ്രകാശിന്റെ പേര് വന്നാൽ അദ്ദേഹം പഴയ I ഗ്രൂപ്പുകാരനാണല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ച് അദ്ദേഹത്തെ പിന്താങ്ങിയേക്കാം. മനസ്സിലായില്ലേ? ഈ ഗ്രൂപ്പ് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല എന്നൊന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ബെന്നി ബെഹനാനാണെങ്കിൽ പഴയ A ഗ്രൂപ്പുകാരനാ. അവൻ A ഗ്രൂപ്പുകാരനായ ബെന്നി ബെഹനാൻ പ്രസിഡന്റ് ആയാൽ അവര് പഴയ ആ സംഘം ഒന്ന് റീഗ്രൂപ്പ് ചെയ്തു വരുമോ എന്ന് ഈ സതീശനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിനൊക്കെ സംശയമുള്ളത് കൊണ്ട് ഇവരാരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിനിടയ്ക്ക് കേട്ട മറ്റൊരു വർത്തമാനം, ആലുവ പാലസിൽ വെച്ച് ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയും തമ്മിൽ അടച്ചിട്ട മുറിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നാണ്. അടച്ചിട്ട മുറിയിൽ. പിന്നെന്താ, KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ ചർച്ച നടത്തുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ചർച്ച നടത്താൻ പറ്റുമോ? വെള്ളിയാഴ്ച കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കാനും പാർട്ടിക്കുള്ളിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കാനുമാണ് ഈ യോഗം നടക്കുന്നത്. എന്തായാലും അവിടെ വെച്ചത് ചർച്ചയാകുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചർച്ച നടത്തിയാലും നടത്തിയില്ലെങ്കിലും നിങ്ങൾ ഒരാളെ അങ്ങ് തീരുമാനിക്കുക. സുധാകർജിയെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ അങ്ങ് തീരുമാനിക്കുക. അദ്ദേഹം ഞാൻ ഒഴിയാൻ തയ്യാറാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? പാർട്ടി കോൺഗ്രസ് എനിക്ക് തരേണ്ടതൊക്കെ തന്നു, ഇനി എന്നോട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടുകൂടി ഞാനത് ചെയ്യുമെന്നാണ് സുധാകരൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ എത്ര അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ്. കാരണം ഞാനാണ് കേരളത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ്, എനിക്കാണ് സർവേകളിൽ മുൻതൂക്കമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾ, ഓരോ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങളെ പരിഗണിക്കണം, അല്ലെ എന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചു നിൽക്കുമ്പോഴാണ് സുധാകരനെ പോലെ ഒരു നേതാവ് പറയുന്നത് AICC പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞോളാം,
എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ശശി തരൂർ സർവേകളിലൊക്കെ ഒന്നാമനായി നിൽക്കുന്ന ആളാ. അദ്ദേഹം പറയുന്നത് സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നാ. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റും ഒക്കെ ആയിട്ട് വിവാദം ഉണ്ടായപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ശശി തരൂരിനെ ഒന്ന് പിന്താങ്ങി സംസാരിച്ച ആളാണ് നമ്മുടെ സുധാകരൻ. അതുകൊണ്ടായിരിക്കണം, ആ സ്നേഹം കൊണ്ടായിരിക്കണം അദ്ദേഹം മാറേണ്ട കാര്യമില്ല എന്ന് ശശി തരൂർ പറയുന്നത്. തരൂർജി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കോൺഗ്രസിൽ ഐക്യം വേണം, നേതാക്കൾക്കിടയിൽ ഐക്യം ഉണ്ടാവണം. അക്കാര്യത്തിൽ അദ്ദേഹം നിർബന്ധ ബുദ്ധിക്കാരനാണ്. പാർട്ടിക്കുള്ളിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല, ഐക്യം പുലർന്നേ പറ്റൂ. അത് ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു പോഡ്കാസ്റ്റ് അനുവദിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിലെ ഐക്യം വേണ്ടതുപോലെ അങ്ങോട്ട് ശരിയാവുന്നില്ലെങ്കിൽ വീണ്ടും 2 അഭിമുഖം കൂടി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. പോഡ്കാസ്റ്റോ അഭിമുഖമോ എന്ത് വേണമെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന് ഒറ്റക്കാര്യത്തിലേ നിർബന്ധമുള്ളൂ, പാർട്ടിയിൽ നേതാക്കൾക്കിടയിൽ ഐക്യം വേണം. അക്കാര്യത്തിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത പോഡ്കാസ്റ്റിൽ പ്രവർത്തക സമിതിയെക്കുറിച്ചൊക്കെ ചിലതൊക്കെ പറഞ്ഞു. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ, ഐക്യത്തിനെ അത് മതിയാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും 2 വർത്തമാനം പറഞ്ഞേക്കാം. അതാണ് തരൂർജിയുടെ നിലപാട്. നമ്മുടെ ശശി തരൂർ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ക്രൗഡ് പുള്ളറാണെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അദ്ദേഹത്തെ കൂടെ നിർത്തണം, UDF ഉപയോഗിക്കണം. ഇനി അദ്ദേഹം കൂടെ നിൽക്കുന്നില്ല, പുറത്തു പോവുകയാണെങ്കിൽ അദ്ദേഹം എവിടേക്കായിരിക്കും പോവുക? അതൊരു ചർച്ചാ വിഷയമാണ്. BJP ചിലപ്പോൾ സ്വീകരിച്ചേക്കാം, പക്ഷെ ഞാൻ BJPയിലേക്ക് ഇല്ല, എൻ്റെ ആശയങ്ങൾക്കും എൻ്റെ നിലപാടുകൾക്കും യോജിച്ച പാർട്ടിയല്ല എന്നാണ് ശശി തരൂർ തന്നെ പറയുന്നത്. പിന്നീട് പോവും LDF ആണോ? LDFിൽ പോയിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ ആളുകൾ പുറത്തുനിന്ന് കൈയടിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ കലക്കം ഉണ്ടാക്കാൻ ശശി തരൂർ ശ്രമിക്കുമ്പോൾ അതിനെ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പം കളി മാറും. ഇപ്പൊ ഇനി ശശി തരൂരും കൂട്ടി എന്ന അദ്ദേഹത്തെ LDF അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും ആക്കില്ലല്ലോ. പരമാവധി കിട്ടാവുന്ന ഒരു പോസ്റ്റ് എന്താ? സംസ്ഥാന സർക്കാരിന്റെ ന്യൂഡൽഹിയിലെ പ്രതിനിധി. അവിടെ ഇപ്പോൾ ആളുണ്ട്, പ്രൊഫസർ KV തോമസ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി എത്ര 1.5 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോ ഈ ക്രൗഡ് പുള്ളർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ക്രൗഡ് പുള്ളറെ എന്ത് ചെയ്യും? ലീഗിന് ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. വേണമെങ്കിൽ അദ്ദേഹത്തെ ലീഗിൽ എടുത്താലും മതി. ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഉള്ളതാണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. നമുക്കൊരു UC രാമൻ MLA ഉണ്ടായിരുന്നു, അതിനുമുമ്പ് മറ്റൊരു രാമൻ MLA ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തരൂർജിയെ ലീഗിന് സ്വീകരിക്കാം. എന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ, ഏത് സീറ്റ് ചോദിച്ചാലും കോൺഗ്രസ് കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് നിയമസഭയിൽ കൊണ്ടുവന്നിട്ട് പിന്നെന്ത് വേണമെന്നുള്ളത് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. പക്ഷേ ഈ ക്രൗഡ് പുള്ളറെ അങ്ങനെ വെറുതെ വിട്ടുകളയരുത്. കേരളത്തിലെ BJPയിലെ കാര്യങ്ങൾ കോൺഗ്രസിനേക്കാൾ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പൊന്നും BJPയിലെ ഗ്രൂപ്പ് നോക്കുമ്പം ഒന്നുമല്ല കേട്ടോ. ഇപ്പം ഇവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ജില്ലകളിലെ പ്രസിഡന്റുമാരും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി ഒരു സംസ്ഥാന പ്രസിഡന്റിനെ വേണം. നമ്മുടെ സുരേന്ദ്രൻജിയെ മാറ്റുകയാണെങ്കിൽ വേറെ ആരെയാണ് കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിലാണ് ചർച്ച. പ്രഹ്ലാദ് ജോഷിയാണ് വരണാധികാരി. അദ്ദേഹത്തിന്റെ പൊടി പോലും ഇവിടെങ്ങും കാണാനില്ല. പക്ഷേ കേന്ദ്ര ഹൈക്കമാൻഡിന്റെ മുമ്പിൽ 3-4 പേരുടെ ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് MG രമേശ്, മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ. MG രമേശ് ഒരു മാന്യനായ ഒരു BJP നേതാവാണ്. പലവട്ടം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന്റെ അടുത്ത് വരെ വന്നതാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് തർക്കം മൂലം അവസാന നിമിഷത്തിൽ പലപ്പോഴും അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ആൾ ശോഭാ സുരേന്ദ്രനാണ്. അവർ പറയുന്നത് ഇനി BJP കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു വനിതാ നേതാവ് വന്നെങ്കിലേ പറ്റൂ. അത് ഞാനാണ്. ശശി തരൂർജി പറഞ്ഞ പോലെ സർവേയുടെ കണക്കൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോ BJPയെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏക നേതാവ് ഒരു വനിതാ നേതാവ് കൂടിയായ ഞാനാണ് എന്നാണ് ശോഭാജി പറയുന്നത്. ഇപ്പൊ V മുരളീധരനും ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നു. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഡൽഹിയിൽ എന്തോ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമെന്ന് കേട്ടിരുന്നതാ. അതിനിടയ്ക്ക് കേട്ട ഒരു കരക്കമ്പി അദ്ദേഹം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറുതെ മത്സരിക്കുകയല്ല കേട്ടോ, കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്. പിന്നെ കോർപ്പറേഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കൂടായികയില്ല. 4ാമത്തെ പേരുകാരൻ രാജീവ് ചന്ദ്രശേഖര. ഇപ്പോൾ അദ്ദേഹം ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അവസാനം വരുന്ന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ലത്രേ. പക്ഷേ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്
രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം BJPക്ക് കാശിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഈ ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് ധാരാളം ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാളാണ്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടത്തിൻ്റെ ആളാണ് അദ്ദേഹം. അത് കളഞ്ഞിട്ട് ഈ കേരള BJPയിൽ തായം കളിക്കാൻ വരുമോ എന്നുള്ളൊരു കാര്യം സംശയാസ്പദമാണ്. പക്ഷെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് പോലെ അല്ല BJPയിലെ കാര്യങ്ങൾ. കോൺഗ്രസിൽ സംഭവിച്ചത് ഉണ്ടിരുന്നപ്പോൾ ഒരു വിളി തോന്നിയതാ, നമ്മുടെ സുധാകർജിയെ മാറ്റണമെന്ന്. മറ്റിടത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ജനാധിപത്യമുണ്ട് എന്നൊന്നും ചോദിക്കരുത്, അത് വേറെ കാര്യം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്. അവര് ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പുതിയ ജനാധിപത്യ മാതൃക ആവിഷ്കരിച്ച് നടപ്പാക്കിയുണ്ടായി. അവര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാ ജില്ലകളിലും, ഇപ്പൊ 30 ജില്ലകളോ മറ്റും ഉണ്ട്, പല ജില്ലകളെയൊക്കെ വിഭജിച്ച് 30 ഓർമ്മ. അവിടെയൊക്കെ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തപ്പോഴേ ആളുകളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. അവരിൽ കുറച്ചുപേരെയൊക്കെ വെച്ചു. പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാത്തവരെ കൂടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിക്കൊണ്ട് ഒരു പുതിയ ജനാധിപത്യ മാതൃക BJP സൃഷ്ടിക്കുകയുണ്ടായി. ഇനിയിപ്പോ കേരള സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഏതെങ്കിലും ജനാധിപത്യ മാർഗങ്ങൾ അവരവലംബിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, ഈ രണ്ട് പാർട്ടികൾക്ക് ഉടനെ ഓരോ പുതിയ പ്രസിഡന്റുമാരെ നിയമിക്കണം. അത് കേരളത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്.